ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഐനൂസിനെ ഇന്നലെ രാത്രി പെട്ടെന്ന് സുഖമില്ലാതെ കൊണ്ടുപോയി. രാവിലെ വരെ കാഷ്വാലിറ്റിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ അഡ്മിറ്റാക്കി. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു നല്ല പനിയായിരുന്നു. ഇന്നലെ പോളിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ട് കാലിനും, ഒരു കൈക്കും ഒരു കാലിനും പോളിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള പനിയും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണിതനായിപ്പോയി. അപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 2 മണി 3 മണി ആയ സമയത്ത് കൊണ്ടുപോയി ആദ്യം കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ രാവിലെ വാർഡിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ പോവാൻ. ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അവന് പനി വന്ന ആ ഒരു സമയത്ത് ലേശം പനി കൂടി, അതുപോലെ തന്നെ ചെറുതായിട്ട് അപസ്മാരം വരികയും ചെയ്തു. അപ്പോൾ അത് കാരണം ചെറുതായിട്ടല്ല, ഒരു 10 മിനിറ്റോളം അപസ്മാരത്തിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അത് പനി കൂടിയതുകൊണ്ടാണെന്നാണ് ഡോക്ടർമാരും പറഞ്ഞത്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതുപോലെ ഫിക്സ് വരുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം എനിക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം വീണ്ടും പോവാൻ. അപ്പോൾ അതുവരെ സമയമുണ്ട്. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് പോവാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അല്ലെ? പിന്നെ ഒന്നാകെ പേടിച്ചു പോയി. ഇന്നലെ രാത്രി സമയമാണെങ്കിൽ 2 മണി. ആ സമയത്ത് അതിന് കളിക്കുന്ന കളിയും കൊറേ പോളിയോ കൊടുത്തിട്ട് കൊറേ നല്ല കഠിനമായ പനിയൊക്കെ വന്ന് ഇതിന്റെ മുമ്പൊക്കെ പോളിയോ കൊടുക്കാണ്ടുണ്ട്. പക്ഷെ അപസ്മാരം ഇതാദ്യമായിട്ട് അതിന്റെ ഒരു ബേജാറ് ഞങ്ങൾക്ക് നല്ല ഒരു പേടി. കാരണം കണ്ടൊക്കെ അല്ലേ എന്തോ പോലെ കാണാൻ കഴിയാത്തൊരു കാഴ്ച. അത് ശരിക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഒരാളെ കൊണ്ട് സഹിക്കാനാവില്ല കേട്ടോ. ഞങ്ങളെ കൊണ്ടൊന്നല്ല, ഒരാളെ കൊണ്ട് അത് സഹിക്കാനാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഒന്നാമത് വണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, വണ്ടി കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. വേറൊരു വണ്ടി നമ്മളെ വണ്ടിക്ക് വന്ന് ഇടിക്കുകയും അതുപോലെ തന്നെ റോഡ് സൈഡിൽ നിർത്തിയിട്ട വണ്ടീന്റെ മേലക്കൊരുത്തം ഒരു പിക്കപ്പുകാരൻ വന്ന് കയറി. അങ്ങനെ അതിന്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുക്കാറൊക്കെ ആയിട്ട് നിൽക്കുകയും ഇന്നലെ ഫുള്ള്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ ഒന്ന് ഫ്രീ ആയി വീട്ടിലേക്ക് വന്ന സമയത്താണ് ഇപ്പൊ ഈ അവസ്ഥ. രാവിലെ നോക്കുമ്പോന് നല്ല പനി. ഇന്നലെ ഇഞ്ചക്ഷൻ കൊടുത്തതാണ് പറ്റിച്ചത്. ഇന്നലെ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ കൊടുത്താൽ വൈകിച്ചാലും ബുദ്ധിമുട്ടാണ്. ചെയ്തോണ്ടാണ് ഇന്നലെ വേഗം കൊടുത്തത്. ഇന്നലെ ഞാനും വെച്ച് ചോദിച്ചിട്ട് ഇങ്ങനെ ആശാവർക്കറെ വിളിച്ച് ഇപ്പൊ നല്ല തണുപ്പല്ലേ, ഇപ്പൊ കൊടുക്കണം, പനി വന്നാൽ ബുദ്ധിമുട്ടല്ല, അതൊന്നും പ്രശ്നമില്ല. പിന്നെ തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടർ അതല്ലേ പറഞ്ഞേ പോളിയോ കൊടുത്തോണ്ട്. അല്ല, അത് ഇത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളല്ലാന്നാണ് ഡോക്ടർമാരും പറഞ്ഞത്. അപ്പൊ പിന്നെ നമുക്ക് വേറൊന്നും ആലോചിക്കാനല്ല, ഡോക്ടർമാർ പറയുന്നതാണല്ലോ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പനി കൂടി അവന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയാണ്ടായ സമയത്ത് തണുപ്പ് നല്ല മഴയാണ്. അപ്പൊ ഒരു ശരീരത്തിന് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് അതൊന്ന് പറയാൻ വേണ്ടിട്ടാണ് വന്നത്. എല്ലാവരും ദുആ ചെയ്യുക. വണ്ടിന്റെ കാര്യങ്ങളൊന്ന് വേഗം റെഡി ആയി കിട്ടാൻ. കാരണം ഒരു ഹോസ്പിറ്റൽ കേസ് അർജന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ ഒരാളെ പുലർച്ചെ വിളിച്ച് എണീപ്പിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ മിന്നുവിന്റെ കാര്യം പറയാൻ കഴിയില്ല. മിന്നുവിന് എപ്പോ വയ്യാണ്ടാവും പറയാൻ കഴിയില്ല. അത് പോണെങ്കിലൊക്കെ ഈ വണ്ടി ഇല്ലാണ്ട് നടക്കൂല. അപ്പൊ അതിന്റെ കേസും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡി ആയി കിട്ടി, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിട്ട് എല്ലാവരും ദുആ ചെയ്യാം. എപ്പോഴാ ആൾക്കാർ സൈനിമാർക്ക് അതുപോലെ തന്നെ എപ്പോഴാ വയ്യാണ്ടാകുന്നത് പറയാൻ പറ്റൂല. എനിക്ക് അങ്ങനെ തന്നെ ഓരോരോ കാണും. അപ്പൊ കാറില്ലാണ്ടൊക്കെ ഒന്നും പറ്റൂല. കാർ റെഡി ആവാനും പ്രത്യേകിച്ച് അതിനുണ്ട് കാര്യത്തിൽ തീരുമാനം. അതിനൊന്നുമില്ല. ഇന്ന് രാത്രി തന്നെ ഡിസ്ചാർജ് ആവും, ചിലപ്പോൾ നാളേക്കും ഡിസ്ചാർജ് ആവുക. അപ്പോൾ അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ നീക്കുവെക്കുകൾ ചെയ്യാൻ. ഇനിയിപ്പോ എപ്പോഴാണ് ഡിസ്ചാർജിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് രാത്രി ഡിസ്ചാർജ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നാളെ എന്തായാലും ആവും. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.